സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന ഉയർത്തിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൽപ്പനയനുസരിച്ച് നമ്മുടെ ആത്മാവിനെ വിശുദ്ധയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയവനിലേക്ക് നയിക്കുവാനായി വാനമേഘത്തിൽ മഹത്വയാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതുകണ്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആവശ്യത്തില്ലാത്തതും അത്യാർത്ഥത്തിലേക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കണമേ. അവിടെ വിശുദ്ധന്മാരുടെ സന്തോഷവർദ്ധനെ പാടിക്കൊടുക്കുവാൻ വേണ്ടി നിന്റെ അംഗത്തിലേക്കാൾ ഈ ആത്മാവിന്റെ കടകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സെലിനാമ്മയോടൊപ്പം വികാരരചനയെ കുറച്ച് സമയം കൊണ്ടെടുക്കുവാനായിട്ട് പ്രവേശിക്കുന്നു. Promotion team member. Provincials Mother Agnes കുറിക്കപ്പെടുന്നു. ഫാദർ തോമസ് തേങ്ങമഴി ജോസ്ഗിരി ഭവന സമൂഹത്തിലെ ചാൻസലർ ചാപ്ലൈനായ ഫാദർ തോമസ് തേങ്ങമഴി. Joskiri Hospital Community. Joskiri Hospital Community.
Future House Community, ഹോസ്റ്റേഴ്സിനോടൊപ്പം. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു മനസാലുപേക്ഷിച്ച്. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
ഞാൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവദേവന്റെ നാഥൻ നിത്യപിതാവിന്റെ ശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. പൊങ്ങി മുഴങ്ങി യാത്ര പറഞ്ഞി അകലുന്നു ഞാൻ. വിധിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു, ദൈവിക സന്നിധി അണയുന്നു ഞാൻ. ശാന്തിയെനിക്ക് ലഭിച്ചിടുവാൻ പ്രാർത്ഥിക്കണമേ വിനയമെന്നും. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഗ്രഹിക്കപ്പെടുകയില്ല. അന്നൊരു നേരിയ നാദം കേട്ടു, ദൈവിക വിളിയുടെ ബോധനനാദം. മാനസവേദിയിലാഞ്ഞു പതിഞ്ഞു, വേരു പിടിച്ചതു പൂക്കളണിഞ്ഞു. കർത്താവേ, നിൻ വിളിയുടെ ശബ്ദം കെഞ്ചുന്നവളെ കൈവെടിയല്ലേ. ഭക്തജനത്തിനു നിത്യമകേശൻ നൽകും പ്രതിഫലമനോജ്ഞം. നരനുടെ കണ്ണതു കണ്ടിട്ടില്ല, കാതുകളൊന്നും കേട്ടിട്ടില്ല. നിസ്തുലമതിനുടെ മാധുര്യേതും മാനവ ഹൃദയം അറിഞ്ഞിട്ടില്ല. ദേവനോട് കരുണ നീതി വിധിക്കായി പോകുന്നു ഞാൻ. നേർവഴി കാട്ടും ദൂതനു പിൻപേ, നിരവധിയാവൻ പാപകടങ്ങൾ നിർദ്ദയമെന്നെ പിന്തുടരുന്നു. കർത്താവേ, നിൻ കരുണ തുളുമ്പും കരവല്ലികളാണ് ആശ്രയമെന്നും. ദേവനെ അനുഗ്രഹിക്കണമേ. കാഹളവിളി കേട്ടന്തിമനാളിൽ മൃതരെല്ലാരും ഉണർന്നു വരുമ്പോൾ, നൈരാശ്യത്തിൻ നിലവിളിയോടെ ദുഷ്ടജനങ്ങൾ വേർപിരിയുമ്പോൾ, കനികൊടുനാഥ നിത്യവിരുന്നി പർവ്വതീശായിൽ ചേർക്കണമെന്നേ. എനിക്കെതിരായവർ സമരം ചെയ്തു, നിൻ തിരുകൽപ്പന കാത്തിടുവാനായി. നിർമ്മല വീഥിയിൽ എൻ പദമൂന്നി, എങ്കിലും ആ വഴി വിട്ടു നടന്നു. വഴികുഴിച്ചൊരു കുഴിയിൽ താണു. വിധിയുടെ ദിവസം കർത്താവേ, നിൻ കൃപയല്ലാതിൽ ആശ്രയമൊന്നും. ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു, നിത്യവും അനവധി പാപം ചെയ്ത് ശിക്ഷകളൊത്തു നടന്നു ഞാൻ. വത്സരമെല്ലാം ഓടിയകന്നു, പരിമിതമല്ലോ ജീവിതകാലം. നിത്യവിധിക്കായി അണയും മുമ്പേ മോചനമേകണം എൻ പ്രിയനാഥ. ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് ചെയ്ത കർത്താവേ, അങ്ങയുടെ ഉപദേശം പ്രായോഗികമാക്കിക്കൊണ്ട് ലോകത്തിൽ ജീവിച്ച ഈ സഹോദരിയെ പരിശുദ്ധ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥായ നീക്കും. യാത്ര പുറപ്പെടുമീ ദാസിക്കാശ്രയമേകണമേ. കർത്താവേ, നിൻ കൃപയാലെ നിത്യാനന്ദവും അരുളണമേ. അന്തിമയാത്ര പുറപ്പെടുമേ, ദാസനുടെ ആശ്രയമേകണമേ. കർത്താവേ, നിൻ കൃപയാലെ നിത്യാനന്ദവും അരുളണമേ. ഇതിനങ്ങ് വിളിച്ചുടനെ മുതമുടു സന്നിധി ചേർന്നു ഞാൻ. സാദരമങ്ങേ പൂവനിയിൽ
പ്രഭാതകാലത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ഇസ്രായേലും അങ്ങയെ കാത്തിരിക്കുന്നു. അവിടുന്ന് കരുണയുള്ളവനാണല്ലോ. പൂർണ്ണമായ രക്ഷ അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അവരുടെ ഭാരം നിന്നെല്ലാം രക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഈ സഹോദരിയെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും പ്രചാരത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തുകൊണ്ടുള്ള പാപമെല്ലാം പുറത്ത് വിശുദ്ധയുടെ സമൂഹത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദേവാലയത്തിലേക്ക് മൃതദേഹം പ്രദക്ഷിണമായി കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രവിശ്യാണയും ടീം അംഗങ്ങളും അമ്മയുടെ മൃതദേഹം ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്നതും തുടർന്ന് കുടുംബാംഗങ്ങളും ഇടവക പ്രതിനിധികളും അത് ഏറ്റുവാങ്ങി ദേവാലയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. രാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ സ്വർത്തിയിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ. ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരെന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗ
ഏകതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ. വൃന്ദങ്ങളോട് ചേർന്ന് ഭൂമിയിലും ഒരിടം കന്യകമാർ ആരാധനയർപ്പിക്കുക എന്ന ധന്യന്മാർ തോമസ് പുണ്യാളശ്ശേരി പിതാവിന്റെ ദിവ്യദർശനം ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിയ സെലിനാമ. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രസാദജനകമായ ബലിവസ്തുവാകുവാൻ ലോകത്തിന്മകൾക്ക് പരിഹാരം ചെയ്ത് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ദിവ്യകാരുണ്യനാഥനിലേക്ക് ആനയിക്കുക എന്ന വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ലക്ഷ്യം ജീവിതത്തിൽ ആദ്യാവസാനം നിറവേറ്റിയ സെലിനാമയ്ക്ക് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി സെന്റ് ജോസഫ് പ്രോവിൻസിന്റെ കണിച്ച ഇടവക കുടുംബത്തിന്റെ പ്രണാമം. പ്രിയമുള്ളവരെ, പാലാരൂപതയിലെ കാഞ്ഞിരമംഗലം ഇടവകയിൽ വടക്കേ കൊട്ടാരത്തിൽ കുടുംബത്തിൽ ചാക്കോ മറിയം ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ പുത്രിയായി ഏലിക്കുട്ടി എന്നറിയപ്പെടുന്ന സിസ്റ്റർ സെലിൻ 1931 ഏപ്രിൽ 6 ജനിച്ചു. 14/4/1931 മാമോദീസായും 21/2/1940 സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. 1952 ഒക്ടോബർ 17 ആരാധനാ സന്യാസിനി സമൂഹത്തിൽ അംഗമായി ശിരോവസ്ത്രം സ്വീകരിച്ച സെലിൻ 1954 ജൂൺ 6 കടുത്തുരുത്തിയിൽ വെച്ച് ആദ്യവ്രതവും 1958 മാർച്ച് 6 നെല്ലിയാനിൽ വെച്ച് നിത്യവ്രതവും അനുഷ്ഠിച്ചു. 1956-57 കാലഘട്ടങ്ങളിൽ മുത്തോലി സെന്റ് ജോസഫ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് TTC പഠനം പൂർത്തിയാക്കിയ അമ്മ 1961 മലബാറിന്റെ മണ്ണിലേക്ക് തലശ്ശേരി അതിരൂപതയുടെ തലശ്ശേരി പ്രോവിൻസിന്റെ ശൈശവദശയിലെ കാലെടുത്തു വെച്ചു. മലബാറിന്റെ മലമടുക്കുകളിൽ ദാരിദ്ര്യത്തിലും രോഗത്തിലും ജീവിത ക്ലേശങ്ങളിലും ആത്മീയ വരൾച്ചയിലും പെട്ട് വേദനിക്കുന്ന മക്കൾക്ക് സാന്ത്വനമരുളുവാനും ആശ്വാസമായി തീരുവാനും വേണ്ടി മിഷണറി തീക്ഷ്ണതയോടെ കടന്നു വന്നവരിൽ ഒരാളാണ് തീക്ഷ്ണമതിയായ നമ്മുടെ സെലിനാമ. പയ്യമ്പള്ളി, മുള്ളൻകൊല്ലി,
2021 ജനുവരി 23 വരെ എല്ലാ ദിവസവും ജോസ്ഗിരി ഹോസ്പിറ്റൽ ചാപ്പലിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിവിധാരാധന അർപ്പിക്കുകയും ചെയ്ത സെലീനാമ്മ ജനുവരി 24 വീഴ്ചയെ തുടർന്ന് കിടപ്പിലാവുകയും 2021 ഫെബ്രുവരി 8 തലശ്ശേരി അതിരൂപത ചാൻസലറും ഹോസ്പിറ്റൽ ചാപ്പലിനുമായ റവറൻഡ് ഫാദർ തോമസ് നെടുമണിയിൽ നിന്നും അന്ത്യകുടാശകളും മരണത്തിനൊരുക്കമായുള്ള പൂർണ്ണദണ്ഡവിമോചനത്തിനുള്ള പ്രാർത്ഥനകളും ആശീർവാദവും ഏറ്റുവാങ്ങുകയും ചെയ്തു. ദൈവത്തിന്റെ വിലയം പ്രാപിക്കാൻ വെമ്പുന്ന മനുഷ്യാത്മാവിന് മരണം ആത്മസാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ്. എനിക്ക് ശുദ്ധീകരണ സ്ഥലം വേണ്ട, സ്വർഗം മതിയെന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞ സ്വാതന്ത്ര്യം തന്റെ ആത്മനാഥനോട് പുലർത്തിയിരുന്ന സെലീനാമ്മയുടെ മരണം അമ്മയെ സംബന്ധിച്ച് ആത്മനിർവൃത്തിയായിരുന്നുവെന്ന് പറയുവാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുക. പ്രാർത്ഥനയായിരുന്നു സെലീനാമ്മയുടെ ജീവിതം. കണ്ടുമുട്ടുന്ന ഏവരോടും വിധികാരന്റെ ഈശോയെ കുറിച്ച് പറയുവാൻ, അവരെ ആത്മീയതയിൽ ഒരു പടി ഉയർത്തുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. സമീപസ്ഥരായവരെ കൊച്ചു തമാശകളിലൂടെ സന്തോഷിപ്പിക്കുവാനും സ്നേഹവും കരുണയും പകരുവാനുമുള്ള ചാതുര്യം സെലീനാമ്മയ്ക്ക് കൈമുതലായിരുന്നു. ദൈവത്തിന് മുൻപിൽ കുപ്പുകൈകളോടെ നിൽക്കുന്ന സെലീനാമ്മ ഏവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. ദിവികാരന്റെ സന്നിധിയിൽ നിന്നും സ്വീകരിക്കുന്ന സ്നേഹവും ശാന്തതയും കാരുണ്യവും അനേകം മക്കൾക്ക് പങ്കുവയ്ക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചുവെന്ന് ഇന്ന് ആരാധനാ സന്യാസിനി സമൂഹം ആത്മാർത്ഥതയോടെ ഏറ്റുപറയുന്നു. സെലീനാമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ അനേക വിശേഷണങ്ങൾ ആരാധനാ മക്കളുടെ മനസ്സുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. വിശാലമായ ഹൃദയം, ഏവരെയും ഉൾക്കൊള്ളുന്ന, ആർക്കും സമീപിക്കാവുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിഫലിക്കുന്ന സംസാരം, ഹൃദ്യമായ ഇടപെടൽ, ഉള്ളു തുറന്നുള്ള സ്നേഹം, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, വളർത്തുകയും വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മാതൃഹൃദയം, ഒരമ്മയുടെ കരുതലോടെ, വാത്സല്യത്തോടെ, ഒരു സഹോദരിയുടെ സ്വാതന്ത്ര്യത്തോടെ, കൂട്ടുകാരിയുടെ ശ്രദ്ധയോടെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സെലീനാമ്മ, നിഷ്കളങ്കമായ ജീവിത ശൈലിയും ആരെയും ചിന്തിപ്പിക്കുന്ന ജീവിത വീക്ഷണങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ ദൈവസാന്നിധ്യ സ്മരണയും ഞങ്ങൾക്ക് ഏവർക്കും പ്രചോദനമായിരുന്നു. എല്ലാം ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ ഈശോ പറയുന്നുവെന്ന് അവസാന നാളുകളിൽ വരെ പറഞ്ഞ അമ്മ ഈശോയുടെ സഹനത്തോട് ജീവിതം ചേർത്ത് വെച്ചയാളാണ്. സെലീനാമ്മയുടെ മരണം ആരാധനാ സന്യാസിനി സമൂഹത്തിന് തീരാ നഷ്ടവും ദുഃഖവുമാണ്. അമ്മ ഞങ്ങൾക്കായി ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുമെന്ന് ഞങ്ങൾ പുറത്തുണ്ട്. ലോകം മുഴുവൻ കൊറോണയുടെ ഭീതിയിൽ അമർന്നിരിക്കുന്ന ഈ നാടുകളിൽ പ്രാർത്ഥനയുടെ കരങ്ങൾ തിരുസന്നിധിയിലേക്ക് ഉയർത്തിയ സെലീനാമ്മ അനേകം മക്കൾക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചതുപോലെ അമ്മയുടെ അവസാന നാളുകൾ ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായിരുന്നുവെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നല്ലക്കാരന്റെയും അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാമ്പാനിയുടെയും തലശ്ശേരി അതിരൂപതയിലെ അനേകം വൈദികരുടെയും പ്രത്യേകിച്ച് തലശ്ശേരി മൈനർ സെമിനാരി, സന്ദേശഭവൻ, ബിഷപ്സ് ഹൗസ് എന്നിവിടങ്ങളിലെ വൈദികരുടെയും അനേകം സിസ്റ്റേഴ്സിന്റെയും നിരന്തര സാന്നിധ്യവും പ്രാർത്ഥനയും ആശീർവാദവും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. ജോസ്ഗിരി ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്താലും പ്രാർത്ഥനയാലും നിരന്തരം ചിലവഴിച്ച സെലീനാമ്മ അമ്മയുടെ ബന്ധുവായ സിസ്റ്റർ ആൻഡ്രൂ കൊട്ടാരത്തിന്റെയും ശുശ്രൂഷകൾ അന്ത്യനാളുകളിൽ ഏറ്റുവാങ്ങി. 2021 ഏപ്രിൽ 6 അമ്മയുടെ ജന്മദിനവും ജോസ്ഗിരി ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റിയിൽ വെച്ച് ആഘോഷിക്കുവാൻ നല്ല ദൈവം അമ്മയെ അനുഗ്രഹിച്ചു. ഈശോയോടുള്ള സ്നേഹത്താൽ തന്റെ തീവ്രമായ ശരീരവേദനകളെ നിശബ്ദമായി സഹിച്ച സെലീനാമ്മ ദൈവസാന്നിധ്യം നിരന്തരം അനുഭവിച്ച അമ്മ ഇന്ന് ഏപ്രിൽ 19 രാവിലെ വിശുദ്ധ ബലിക്ക് ശേഷമാണ് തമ്പുരാന്റെ സന്നിധിയിലേക്ക് പറഞ്ഞുവന്നത്. ബഹുമാനപ്പെട്ട തോമസ് നെടുമണിയിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ച് സ്വർഗീയ സന്നിധിയിലേക്ക് ഉയർന്ന സെലീനാമ്മയുടെ പാവനാത്മാവിന് ആരാധനാ കുടുംബത്തിന്റെ പ്രണാമം. ബഹുമാനപ്പെട്ട സെലീനാമ്മയുടെ 66 വർഷത്തെ സന്യാസ ജീവിതത്തിന് മുമ്പിൽ സ്നേഹാദരവുകളോടെ ആരാധനാ മക്കൾ ശിരസ് നമിക്കുന്നു. അനുകരിക്കാൻ മാതൃകകളും സൂക്ഷിച്ചു വെക്കാൻ ഒരുപിടി ഓർമ്മകളും സുഗന്ധം പരത്താൻ
മൃതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗമായ വിശുദ്ധ ബലി ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായകൻ അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവും സഹകാർമ്മികരായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത ചാൻസലറും ജോസഫിനി ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ചാപ്ലനുമായ റവറൻഡ് ഫാദർ തോമസ് തെങ്ങുംപള്ളിയും കളിച്ചാൽ ഇടവകാരിയായി റവറൻഡ് ഫാദർ കുര്യാക്കോസ് ഓരോരുത്തരുമാണ്. ഭക്തിപൂർവ്വം വിശുദ്ധ വേദിയിൽ പങ്കെടുത്ത് അമ്മയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനാമ ഇന്ന് പ്രഭാതത്തിലാണ് നമ്മോട് ഇവിടെ പറയുന്നത്. ഇന്ന് രാവിലെ ഹോസ്പിറ്റൽ ചാപ്പലിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ അമ്മ വിശ്രമിക്കുന്ന മുറിയിലേക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ചെന്ന സമയത്ത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് അമ്മ വിശ്വാസം വരിക്കുന്നത്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അമ്മ സ്വീകരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈശോ അമ്മയെ സ്വീകരിക്കുകയായിരുന്നു. വളരെ ശാന്തമായി, യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാത്ത ഒരു കടന്നുപോക്ക്. ഒത്തിരി നാളുകളായി ഈ മരണത്തിന് വേണ്ടി അമ്മ ഒരുങ്ങി കാത്തിരിക്കുകയായിരുന്നു. അമ്മയെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തായാലും ശരിയായിട്ടില്ല, ഇനി കുറെ കാര്യങ്ങളൊക്കെ ശരിയാകാനുണ്ട്, ഒരുങ്ങാനുള്ള കൂടുതൽ തീക്ഷ്ണതയോടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എപ്പോഴും അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു സംസാരം നിർത്തി സന്തോഷത്തോടുകൂടെ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാനായി തുടങ്ങി. ഈ നാളുകളിൽ അമ്മ പൂർണ്ണ സ്ബോധത്തോടുകൂടെ രോഗലേപനം സ്വീകരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഭാഗ്യതയാണ്. എല്ലാ പ്രാർത്ഥനകളും കിട്ടി. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അദ്ദേഹം പിതാക്കന്മാരെ ദിവസങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. അമ്മ എല്ലാ തരത്തിലും ഒരുങ്ങിയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും അമ്മയുടെ ആത്മാവ് സ്വർഗത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ആരാധന സന്യാസിനി സമൂഹത്തിന് അതുപോലെ അമ്മയുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനങ്ങൾ അറിയിക്കുന്നു. അഭിനന്ദനെ ഈ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. സർവോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സർവോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സർവോകത്തിൽ സർവേശനു സ്തുതിഗീതം.
അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരി സലീനാമ്മയ്ക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിലെ അമ്മയുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിന് നൽകുന്നത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അന്ത്യങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അംഗീകൃതനെ സ്തുതിക്കുകയും മാതൃപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും
ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായ നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുള്ള വായന 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാലും. നമ്മുടെ കർത്താവായ മിശിഹ അനുഗ്രഹിക്കട്ടെ. യോപ്പായിൽ തബിത്ത എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സത്കൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെയുണ്ടെന്ന നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അവൾ ജീവിച്ചിരുന്ന നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബിത്ത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവരുന്നു. അവൻ അവളുടെ കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവ് വിശ്വസിക്കുകയും ചെയ്തു. അവൻ തുകൽ പണിക്കാരനായ ശിമയോന്റെ കൂടെ യോപ്പായിൽ കുറെ നാൾ താമസിച്ചു. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കുര്യാക്കോസ് സെലീനാമ്മയുടെ ആധ്യാത്മിക പിതാവായി നാളുകളിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട ചാൻസലർ അച്ഛൻ തോമസ് തെങ്ങമ്പള്ളച്ച,
ആദരണീയായ പ്രൊവിൻഷ്യാളമ്മ, പെറ്റിയമ്മ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സെലിനാമ്മയുടെ കുടുംബാംഗങ്ങളായ സഹോദരി സഹോദരന്മാരെ, 90 കൊല്ലം നീണ്ട ഒരു സന്യാസ ജീവിതത്തിൻ്റെ ശുഭപര്യവസാനത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുക. താൻ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരമ്മയായിരുന്നു സെലീനാമ്മ എന്ന് നമുക്കറിയാം. തൻ്റെ സന്യാസ ജീവിതത്തോട് 100% വിശ്വസ്തത പുലർത്തി ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ആ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് അമ്മയുടെ ജീവിതത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പൂർണ്ണതയിൽ ചെയ്യണം എന്ന് മാത്രമല്ല, തൻ്റെ മനസ്സും ശരീരവും ആത്മാവും തൻ്റെ ദിവ്യമണവാളന് സ്വീകാര്യമായ പരിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ അമ്മ ജീവിച്ചു എന്നുള്ളതാണ് ആ ജീവിതം നമുക്ക് മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും മാതൃകയും പാഠവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്യാസത്തെക്കുറിച്ച്, സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച്, അർത്ഥത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഉപരിപ്ലവമായ ചിന്തകളും ഈ ലോകത്ത് ഇന്ന് വളരെയധികം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുക. സന്യാസ ജീവിതം പുറമേ നിന്ന് നോക്കുന്നവർക്കും മനസ്സിലാക്കാനാവാത്ത വിധം അത് ദൈവീകമായൊരു രഹസ്യമാണ്. ആ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ അത് ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ നാളുകൾ എടുക്കും എന്നുള്ളത് സത്യമാണ്. ആ രഹസ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയ ഒരമ്മയാണ് സെലീനാമ്മ. സന്യാസത്തിന് അർത്ഥമുണ്ടെന്നും സന്യാസം സന്തോഷമാണ് എന്നും സന്യാസിയായി ജീവിക്കുന്ന ഓരോ നിമിഷവും മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിത ആയിടുവാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവിടുന്നായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തെറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകന്മാർ
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നിപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ശക്തനായ ദൈവങ്ങളുടെ പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെയും മറ്റു ജീവിതാംശപ്പെട്ട പര്യർക്കും പ്രത്യേകിച്ച് ശ്രീരാമയ്ക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരത്തോടും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നവളിതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പൂഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലും ലോകത്തെയും അവരുടെ സ്ഥലത്തെയും കനോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അരുക്ഷപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസരുടെ ആയിരങ്ങളും അലക്കമ്മയുടെ പിന്നായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും മരുളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും മരുളുമായ കൃപമാടും സഭ്യമാടും ചേർന്ന് നാഥന അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസനും നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭടനും ഭരണാധികാരിമാർ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേധികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനുമായതും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഇന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സെലീനാമ്മയ്ക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരും ആകുലരുമായി ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അഹ്റോന്റെ താൽക്കാലിക കൂടാരത്തിലെ ദൈവത്തെ ആശീർവദിച്ച് കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ സുഗന്ധപൂരിതമാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തിരിക്കണം ഈ ദൈവജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. മിശിഹായുടെ തിരുക്കല്ലറുടെ സാദൃശ്യവും അവിടുത്തെ തിരുസിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിനു സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് തിരുരക്തം കൊണ്ട് നമ്മുടെ കർത്താവ് ശംശയുടെ തിരുശരീരം കൊണ്ട് തിരുരക്തം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും നമ്മുടെ സഭയ്ക്ക് ലോകം മുഴുവൻ്റെയും അതിൻ്റെ സഭകളുടെ ശാന്തി നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൃത്യസമയത്ത് മരണാവസ്ഥയിലും നമ്മുടെ ബഹുമാനപ്പെട്ട തെങ്ങമ്പള്ളി അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും അതുപോലെ മരണശേഷമുള്ള എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തെങ്ങമ്പള്ളി അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഒരിടവകയിൽ ഇന്നിവിടെ ഇടവകയിൽ തിരുനാളാണ്, 4 മണിക്ക് കുർബാനയുണ്ട്. എങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഈ കണിച്ചാർ ഇടവകയോടുള്ള ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇടവകയിലെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, അതുപോലെ നല്ലവരായ അയൽവാസികൾ, മതാധ്യാപകർ ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് ഈ തിരുക്കർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത വികാരിയച്ഛനും നല്ലവരായ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ പള്ളി നിറച്ച ആൾക്കാരുണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രം നല്ല സഹകരണമുള്ള നല്ലൊരു ഇടവകയാണെന്ന് എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ജോസരി ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്ത് സഹായിക്കുകയും സഹകരിക്കുകയും പ്രൊവിൻസിന് ഒരു പ്രത്യേകമായിട്ടുള്ള സഹായഹസ്തവുമായിട്ട് എല്ലായ്പ്പോഴുമുണ്ട്. നമ്മുടെ സെലിനാമയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ചു, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലില്ലീസ എവിടെയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും മദറിൻ്റെ നേതൃത്വത്തിൽ, അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച് അവരെ ഓരോരുത്തരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാർ ഇവിടെ വന്നുപോയി. അതുപോലെ ധാരാളം വൈദികരും അതുപോലെ മറ്റ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സും ഇവിടെ വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ സെലിനാമയുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബക്കാരിവിടെയുണ്ട്. അവരും വളരെ ത്യാഗം ചെയ്ത് വന്നു. അതുപോലെ പാലായിലുള്ള സ്വന്തം സഹോദരങ്ങൾക്കൊന്നും വരാൻ സാധിച്ചിട്ടില്ല. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സിസ്റ്റർ ആൽബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഗുജറാത്തിലാണെങ്കിലും അമ്മയുടെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നമ്മെ സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ആൽബിനെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, നമ്മുടെ തന്നെ സ്വന്തം സിസ്റ്റേഴ്സ്, നന്ദി പറയേണ്ട ആവശ്യമില്ല, എങ്കിലും തീർച്ചയായും അവരൊത്തിരിയേറെ അധ്വാനിച്ചു. അവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സെലിനാമ്മ പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ദുഃഖം വേണ്ട എന്ന് പിതാവ് പറഞ്ഞെങ്കിലും എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ്. തീർച്ചയായും നമുക്ക് വേണ്ടി ഇനി സെലിനാമയോട് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇനിയും സെലിനാമയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത
അടുക്കള മുതൽ അൽത്താരം വരെ എല്ലാവരും എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ നിമിഷങ്ങളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ള അഭിനന്ദ പിതാവേ, ബഹുമാനപ്പെട്ട ചാൻസലർ തെങ്ങമ്പള്ളി അച്ഛ, പ്രൊവിൻഷ്യൽ ആൻഡ് ടീം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവക്കാരായ സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കറിയാം പ്രത്യേക ഈ സാഹചര്യത്തിൽ സെലീനാമ്മ നമ്മിൽ നിന്നും വേർപിരിഞ്ഞ് പോയു എങ്കിലും സെലീനാമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഇവിടെ കുറേ കാലം ഇവിടെ ശുശ്രൂഷ ചെയ്ത് ഈ ഇടവയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ COVID-19 പ്രത്യേക കാലഘട്ടമായതുകൊണ്ടാണ് ആൾക്കാർ കുറഞ്ഞു പോയതും വളരെ കുറച്ച് പേരെ ഇതിൽ പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടും, അപ്പോൾ ഇവിടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് വന്ന ഞങ്ങളെല്ലാവരെയും ഈ കണ്ണിച്ചാർ ഇടവകയിലേക്ക് വന്നതിന് പ്രത്യേകം സ്വാഗതവും പറയുന്നു. അതുപോലെ നന്ദിയും പറയുകയാണ്. പിന്നെ പിതാവും അതുപോലെ ചാൻസലർ അച്ഛനും മറ്റ് അച്ഛന്മാരൊക്കെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. എല്ലാവരെയും പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലെ ബാക്കി ഭാഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് സെലീനാമ്മയോട് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബാക്കി ഭാഗം തുടരുകയും ചെയ്യാം. അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായതുമേ മത്ര ഞങ്ങളുടെ ജീവദായകവും ദൈവീമാരേശങ്ങളിൽ പങ്കുചേരുവാൻ കാരണപരം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ചുള്ള ഹൃദയപ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഹയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയുടെ തൃക്കൺ പാർക്കണമേ. ഏലിയ, നിവ്യ, സ്ലീഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസിക്കായി തിരുസന്നിധിയിലണച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ
കരുണയോടിവളിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകും ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കീഴിൽ നിന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂടാശകളാൽ എന്റെ ആത്മാവിനെ വിഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വർത്തനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ ദൈവവചനത്താൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എന്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എന്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതൃഭവനത്തിലേക്ക് പറന്നുയർന്ന് ദിവികാരണീശയുടെ സന്നിധിയിൽ നിന്ന് ഒരു പന്നീർ കുടുംബമായി സിരിനാമ വിരിഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ ഓർമ്മ മനസ്സിൽ നിറച്ച് തീരാനഷ്ട ഹൃദയത്തിലേക്ക് വാങ്ങി കണ്ണീരോടെ പ്രാർത്ഥനയോടെ അമ്മയുടെ മൃതദേഹം പ്രോത്സാഹിക്കുകയും ദേവാലയ കവാടം വരെ വഹിച്ച് കുടുംബാംഗങ്ങളുടെയും ഇടവക പ്രതിനിധികളുടെയും പ്രദക്ഷിണമായി ദേവാലയം സമർപ്പിക്കുന്നു.
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങൾ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ശരീരത്തിൽ കുന്തിരിക്കം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാവുന്നതാണ്. ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നെ അധ്വാനിച്ചു പ്രതിഫലമേകാൻ ദേവകുമാരൻ താണുവരുന്നു സൗഭാഗ്യത്തിൻ ജയമൊഴി നേടാൻ ഉണരുക പിന്നെ അവനിലങ്ങി സ്നേഹിതഗണം സഹവാസികളും ചുടുകണ്ണീരിൻ കാഴ്ചകളങ്ങി അർപ്പിക്കുന്നു. അന്തിമയാത്ര വന്ദനമോടെ പിരിയും നിമിഷം ദുഃഖമേന്നി മിത്രജനങ്ങൾ വിലപിക്കുന്നു. ഞങ്ങളും കളരാതൊരു നാൾ നിത്യവിരുന്നിൻ മണലിൽ ചേരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോലും ദൈവകുമാര വത്സരസൂരി കൈവെടിയരുതേ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മറ്റു വിശ്വാസികളുടെ ആത്മാക്കളുടെ മനോളത്തെ മോഷ്ടിച്ചതിനിടയാകട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിലാന്റെ മനോഗുണത്താൽ മോഷ്ടിച്ചിരുന്ന ഗ്രഹമുണ്ടാകട്ടെ. ഞങ്ങളുടെ നാം പൂജിതമാണ്. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. മൃദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. Gracias.
അല്ല ഇവിടെ രണ്ടാമത് ജോൺസൺ മൊബൈൽ രാജ്യത്തെ മൊബൈൽ കേട്ടോ, രാജ്യത്തെ മൊബൈൽ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകും. മൊബൈലുണ്ടോ? സൈഡിൽ കുത്തുന്നുണ്ട്. ഇറക്കും മെല്ലെ മെല്ലെ ഇറക്കും മെല്ലെ മെല്ലെ. നേരെ അവിടെ അങ്ങോട്ട് അത് പഠിക്കാം. അങ്ങനെ അവിടെ അതെവിടെയാ? ഇല്ല കമ്പിയുണ്ട്. കയറിന് പിടിച്ചാൽ കയറിന് പിടിച്ചാൽ മാറാൻ നമ്മൾ പറഞ്ഞു. വേണ്ട 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 ഇവിടെ വേണ്ട വേണ്ട വേണ്ട